ഇപ്പോൾ പാവപ്പെട്ട നിരവധി രോഗികൾക്ക് അത്താണിയായി പ്രവർത്തിക്കുന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് എന്നൊരു കൂട്ടായ്മ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം അവരുടെ ആ സഹായം കൈപ്പറ്റാത്ത അല്ലെങ്കിൽ അശരണർ അവർക്ക് ആശ്രയമേകുന്ന കൂട്ടായ്മയെക്കുറിച്ച് കേൾക്കാത്ത ആളുകൾ കുറവാണ്. PTH എന്ന പേരിലാണ് ഈ കൂട്ടായ്മ അറിയപ്പെടുന്നത്. പാലിയേറ്റീവ് ഹോം കെയർ ചേളന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ, അതായത് ഇവരുടെ പൂക്കോയ തങ്ങൾ ഹോസ്പീസ് PTHൻ്റെ പാലിയേറ്റീവ് ഹോം കെയർ ചേളന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാൻ പറ്റുമോ രഞ്ജിത്ത്? അതാ ഈ ബിരിയാണി ചലഞ്ചിൻ്റെ പ്രത്യേകത. ഇവർക്ക് PTHനായി ചേളന്നൂരിൽ നിർമ്മിക്കുന്ന ഒരു പുതിയ കെട്ടിടമുണ്ട്. അതിൻ്റെ ധനസമാഹരണാർത്ഥം ആരാണ് ഇവർ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. കാരണം അവിടെ ഒരു ആസ്ഥാനമന്ദിരം അവർക്ക് വരിക എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ നിരവധി രോഗികൾക്ക് ഇനിയും സഹായം ചെയ്യാനാകും. ജാതി മതഭേദമന്യേ വർഗവർണ്ണ വ്യത്യാസം നോക്കാതെ എവിടെയാണോ ആളുകൾക്കൊരു പ്രശ്നം വരുന്നത്, ചികിത്സ കിട്ടാതെ വിഷമിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം വരുന്നത്, ഇടപെടാൻ വേണ്ടി കരുത്തുള്ള ഒരു കൂട്ടായ്മ തന്നെയാണ് പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് എന്ന ഈ ഒരു കൂട്ടായ്മ. ഈ 5000-ത്തിലധികം ബിരിയാണി പൊതികളാണ് വിതരണം ചെയ്തത്. അപ്പം ആ ചലഞ്ച് വിജയിച്ചു. ഇപ്പോൾ നമ്മൾ PP നൗഷീറിനൊക്കെ, ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP നൗഷീറിനെ കാണുന്നുണ്ട്. നമ്മളറിയുന്ന ഒരുപാട് ആളുകൾ ആ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ വാർത്ത നമുക്ക് അയച്ചു തന്നത്, നമുക്ക് പാലത്ത് ചേളന്നൂർ ഭാഗത്ത് വാർത്ത അയച്ചു തരുന്നൊരു മിടുക്കനായ റിപ്പോർട്ടുണ്ട് അംജദാണ് നമുക്ക് ഈ വാർത്ത അയച്ചു തന്നത്. അംജദാണ് നമുക്ക് പാലത്ത് ചേളന്നൂർ ഭാഗത്തുള്ള ജനകീയ വിഷയങ്ങൾ മുഴുവൻ ഒപ്പിയെടുത്തിട്ട് നമുക്ക് ആ വാർത്താ രൂപത്തിൽ തരുന്നത്. അപ്പം അംജദിനോടുള്ളൊരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഒരു ബിരിയാണി ചലഞ്ചിൻ്റെ അപ്പുറം അതൊക്കെ മേലെ ഒരുപാട് ആളുകൾ കണ്ണീരൊപ്പാൻ വേണ്ടി, ഒരുപാട് അശരണർക്കും അഗതികൾക്കും കൈത്താങ്ങാൻ വേണ്ടി ചേളന്നൂരിൽ ഒരു ആസ്ഥാന മന്ദിരം സ്ഥാപിക്കുന്ന ആ കൂട്ടായ്മ പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് എന്ന PTH എന്ന കൂട്ടായ്മക്ക് ഞങ്ങളും ഞങ്ങളുടെ ഭാവുകങ്ങൾ അറിയിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് പോകാം.